നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. എന്തൊക്കെ ആക്സസറീസാണ് നമുക്കൊരു വാഹനം ടെസ്റ്റിങ്ങിന് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു റീടെസ്റ്റ് ഒക്കെ ആവുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൽ ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എടുത്ത് മാറ്റേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നല്ലൊരു ചോദ്യമാണ്. ഇങ്ങനെ ഒരു ചോദ്യം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്നത് ജോയൽ സി സിബി ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ചേട്ടാ, എന്തൊക്കെ ആക്സസറീസ് നമുക്ക് ടെസ്റ്റിങ്ങിൻ്റെ ടൈമിൽ കീപ്പ് ചെയ്യാൻ പറ്റും? നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു കാര്യത്തിൽ സംശയം കാണും. കാരണം നമ്മൾ അത്യാവശ്യം മോഡിഫൈ ഒക്കെ ചെയ്തിട്ടിരിക്കുന്ന നമ്മുടെ ഇഷ്ടപ്പെട്ട വാഹനങ്ങളിൽ റീടെസ്റ്റിന് സമയമൊക്കെ ആവുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ നിന്ന് മാറ്റണം? ശരിക്കും പറഞ്ഞാൽ വാഹനം ഒരു സ്റ്റോക്ക് കണ്ടീഷനായിട്ട് തന്നെ, അതായത് വാഹനം നമ്മൾ മേടിച്ചപ്പോൾ കിട്ടിയ ഒരു സ്റ്റോക്ക് കണ്ടീഷൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ആക്കുക എന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ സേഫ്റ്റി പർപ്പസായിട്ട് നമുക്ക് കാണിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ, അതായത് ഇപ്പോൾ ഒരു ഡാഷ് ക്യാം, ശരിക്കും പറഞ്ഞാൽ ഒരു സേഫ്റ്റി പർപ്പസ് തന്നെയാണ്. ഡാഷ് ക്യാം പാടില്ല എന്ന് പറഞ്ഞ് നിരോധിച്ച ഒരു സ്ഥലങ്ങളും നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലാത്ത പക്ഷം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഹെഡ്ലൈറ്റ് ബൾബാണെങ്കിലും പാർക്ക് ബൾബാണെങ്കിലും എല്ലാം നമ്മൾ മാറ്റി. ഇപ്പോൾ പാർക്ക് ബൾബ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചെറിയ വൈറ്റ് ലൈറ്റ് ഒന്നും വലിയ ഇഷ്യൂസ് വരുന്നില്ല. അല്ലാത്ത പക്ഷം നമ്മൾ ഭയങ്കര വെട്ടം കൂടിയ ബൾബോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, HIDs ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്യുക. ടയേഴ്സ് കാര്യങ്ങളൊക്കെ, അതായത് ടയറൊക്കെ അപ്സൈസ് ചെയ്ത് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി സ്റ്റോക്ക് കണ്ടീഷനിലോട്ട് കൊണ്ടുവരിക. അങ്ങനെ നമ്മൾ അഡീഷണലായിട്ട് ഏതൊക്കെ കാര്യങ്ങൾ നമ്മുടെ വാഹനത്തിൽ ചെയ്തിട്ടുണ്ടോ അതെല്ലാം മാറ്റി വെക്കണം എന്ന് തന്നെ ഞാൻ ആവശ്യപ്പെടും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യത്തിൽ പോലും നമ്മുടെ ടെസ്റ്റിങ് ഫെയിലായി പോകാൻ പാടില്ല. അതുകൊണ്ട് കഴിവതും നമുക്ക് റിമൂവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്ത് വെച്ചതിന് ശേഷം, റീടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ, അതായത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള ഏതൊരു കാര്യം നമുക്ക് അത്യാവശ്യം ഫിറ്റ് ചെയ്താലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഇതൊരിക്കലും ഞാൻ അവർക്കെതിരെ പറയുന്നൊരു കാര്യമല്ല. ഇപ്പം ടയേഴ്സ് നമ്മളിട്ട് ഓവർ സൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി പുറത്തോട്ട് തള്ളി നിൽക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. അത് എന്ത് രീതിക്കാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, അല്ലെങ്കിൽ നമ്മളൊരു വളവൊക്കെ തിരിക്കുന്ന സമയത്ത് വരുന്നൊരു പ്രശ്നം. രണ്ടാമത്തെ കാര്യം വാഹനത്തിൻ്റെ വീതിയാണ് നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുന്നത്, ടയറിൻ്റെ വീതിയല്ല. അങ്ങനെ ഒരു വാഹനത്തിൻ്റെ വീതി നമ്മുടെ മനസ്സിൽ കിടക്കുന്ന സമയത്ത് റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരുടെ കാലിലോട്ട് കയറാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് കഴിവതും നമ്മൾ വാഹനത്തിൻ്റെ ടയറൊക്കെ അപ്സൈസ് ചെയ്യണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേ ഒരു ലിമിറ്റ് ഉണ്ട് ഇതൊക്കെ അപ്സൈസ് ചെയ്യുന്നതിൻ്റെ. ഒരുപാട് ലിമിറ്റിൽ മേളിലോട്ട് ഒരിക്കലും പോകരുത്. അപ് ടു ദ ലിമിറ്റിനകത്ത് നമ്മൾ കീപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ വാഹനത്തിന് കാണാനും ഒരു ഭംഗിയുണ്ടായിരിക്കും, ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നതായിരിക്കില്ല. അപ്പം ഈ പറഞ്ഞതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ടെസ്റ്റിങ്ങിന് പോകുന്ന സമയത്ത് ഏതൊക്കെ അഡീഷണൽ ഫിറ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാം തൽക്കാലം ഒന്ന് മാറ്റി വെച്ചേക്കുക. അങ്ങനെയാകുമ്പോഴത്തേക്ക് ധൈര്യമായിട്ട് പോയി റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതെല്ലാം ഫിറ്റ് ചെയ്യാൻ പറ്റും.